വെൽക്കം ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ട് ഞാനിപ്പോൾ താമസിക്കുന്ന ഈ ഒരു അസോസിയേഷന്റെ ഓണം സെലിബ്രേഷൻസ് ആണ്. ഓക്കെ, സോ ഓണമൊക്കെ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന സ്റ്റേജിൽ നമ്മൾ ഒരു ചെറിയൊരു സെലിബ്രേഷൻ അടുത്തുള്ള വീട്ടിലാണ്. അപ്പോൾ ഓണം പ്രോഗ്രാം, അപ്പോൾ ഭയങ്കര ഹോള് അങ്ങനെയുള്ള സംഭവങ്ങളും സെറ്റപ്പും ഒന്നുമല്ല. ജസ്റ്റ് ഒരു ചെറിയ വീട്ടിൽ നമ്മൾ അത്തപ്പൂക്കളമൊക്കെ ഇട്ടിട്ട് നമ്മുടെ വക ഒരു ഡാൻസ് ഒക്കെ ഉണ്ട്. മെയിൻ ഇതിൽ വരുന്നത് ഓണം സദ്യ തന്നെയാണ്. അപ്പോൾ ഓണ സദ്യ കഴിക്കാനും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം കുറച്ചു നാൾ ഓണം സദ്യ ഒരു 2 ദിവസം കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് ഇരുന്നു. അപ്പോൾ വീണ്ടും ഞാൻ ഓണസദ്യ കഴിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ ഈ ഒരു കോലത്തിൽ ഞാൻ അവിടെ പോയി അത്തപ്പൂക്കളമൊക്കെ ഇട്ടിട്ട് വരാം. ഈ ഓണം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഓണം വ്ളോഗ്സ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് പോവാം. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വീട്. എൻ്റെ കുഞ്ഞുനാൾ തൊട്ട് എല്ലാ പരിപാടികളും ഇവിടെ വെച്ച് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം ഓണം ഞങ്ങൾ മുകളിൽ വെച്ചാണ് ആഘോഷിക്കുന്നത്. ഇവിടെ ഒരു കുഞ്ഞി പട്ടിയുണ്ട്, അത് കിടന്ന് ഇങ്ങനെ കുരയ്ക്കുക. അപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞ ആ ഒരു സ്പേസ്. ഞങ്ങളിവിടെ എവിടെ ഓണപ്പൂക്കളം ഇടണമെന്നൊന്നും തീരുമാനിച്ചില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി അപ്പോൾ ഡിസൈനൊക്കെ എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേരേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരു സിമ്പിൾ ഡിസൈൻ എടുത്തേക്കുന്നത് കേട്ടോ. പൂക്കളും ബാക്കി സാധനങ്ങളൊക്കെ ഞങ്ങൾ രാവിലെ തന്നെ വാങ്ങിച്ചിരുന്നു. ഇനി ആക്ച്വലി 2-3 പേര് വരാനുണ്ട്. അവര് ഓൺ ദ വെയിലാണ്. ആ സമയം കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ആ ഡിസൈൻ നോക്കി എൻ്റെതായ ഒരു കാഴ്ചപ്പാടൊക്കെ വെച്ചിട്ട് അതിനകത്ത് കുറച്ച് ചേഞ്ചൊക്കെ വരുത്തി ഞാൻ എൻ്റെ ഡിസൈനൊക്കെ വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഏകദേശം എൻ്റെ ഡിസൈൻ എന്തൊക്കെയോ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾ പൂവിടാൻ തുടങ്ങി. അപ്പോൾ ഇതിന്റെ നടുക്ക് ലോട്ടസ് ആണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തിരുവാതിര ഡാൻസ് ഉണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് റെഡിയാവാൻ പോകണം. ആ സമയത്ത് ആന്റിമാരായിരിക്കും വന്ന് ചെയ്യുന്നത്. ശരിക്കും ഇങ്ങനെ ഒരു കൂട്ടായ്മ വളരെയധികം അത്യാവശ്യമാണ് ഇത്രയും ഒരു ബിസി ലൈഫിൽ. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ അസോസിയേഷൻ. കാരണം അവർ ഇത്രയും എഫേർട്ട് എടുത്ത് ഒരു ഓണാഘോഷം നടത്തുന്നു എന്നതിൽ തന്നെ ഞാൻ വളരെയധികം ഹാപ്പിയാണ്. പലരും ഉള്ളു തുറന്നൊന്ന് സന്തോഷിക്കാൻ പോലും മറന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ നമ്മുടെ ആന്റിമാരും അങ്കിൾമാരും ഒക്കെ കുറച്ച് പേര് എത്തിയിട്ടുണ്ട്. ഇത്രയും അതിരാവിലെ ഇവരൊക്കെ എണീറ്റ് വന്ന് ഇതൊക്കെ ചെയ്യുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേകതരം ഫീലാണ്. ഞങ്ങൾ വന്നപ്പോഴേക്കും ഓണപ്പൂക്കളൊക്കെ സെറ്റായി. ഇനി അടുത്തത് ഞങ്ങളുടെ തിരുവാതിര ഡാൻസ് ആണ്.
ഗൈസ്, ഞങ്ങൾ ഒരുങ്ങിക്കെട്ടി വന്നപ്പോഴത്തേക്കും ഇതൊക്കെ അവിടെ കഴിഞ്ഞിരുന്നു. അമ്മ ഇതേപോലെ വിളക്കൊക്കെ കത്തിച്ച് കുറച്ച് പാട്ടും അതുപോലെ പ്രസംഗവും അങ്ങനത്തെ ചില കാര്യപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫോട്ടോ സെക്ഷന് വേണ്ടി വന്നേക്കാണ് ഗൈസ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്തു കൊടുക്കുന്നതാണ്. ഇതെന്റെ അമ്മയാട്ടോ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ചൊന്ന് ലേറ്റ് ആയി പോയി. ശരിക്കും സദ്യയുടെ ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചതാ, പക്ഷെ ആർത്തി മൂത്ത് അതെടുക്കാൻ വിട്ടുപോയി. സദ്യ എപ്പോഴത്തെ പോലെ തന്നെ വ്യാരക ടേസ്റ്റ് ആയിരുന്നു. ഇതൊക്കെ അവിടെ വന്നവരാട്ടോ. ഇത്രയും ആളുകളൊന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്റെ അമ്മ അവിടെ ഇരുന്ന് എന്തൊക്കെയോ കുണുകുണാന്ന് പറയുന്നുണ്ട്. എല്ലാരും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. ഇതൊക്കെ ഒരു മൈൻഡ് റിലീഫാണ്, ചിരിച്ചും കളിച്ചും ആഘോഷിച്ചും ഒക്കെ ഇങ്ങനെ ചെയ്യുന്നത്. ഇതുവരെ തേഞ്ഞു മാഞ്ഞു പോവാത്ത ഒരേ ഒരു കളി, അത് കസേരക്കളി. പ്രായ വ്യത്യാസം ഒന്നും തന്നെ നോക്കാതെ എനർജിയൊക്കെ വാരി കോരിയിട്ട് കളിക്കുമായിരുന്നു ഞങ്ങള്. ഞാനൊത്തിരി റൗണ്ടൊന്നും പോയില്ല കേട്ടോ, ഇതിപ്പ പോവും. പിന്നെ അങ്ങോട്ട് വാശിയേറിയ മത്സരമായിരുന്നു. പിന്നെ സ്പെഷ്യലായിട്ട് എന്റെ അമ്മയുടെയും ചവിട്ട് നാടകം. ഇത് പഠിപ്പിച്ചെടുക്കാൻ പെട്ട പാട്. വെറുതെ കേട്ടോ, അമ്മ നന്നായിട്ട് ഡാൻസ് കളിക്കും, നന്നായിട്ട് പാട്ട് പാടുകയും ചെയ്യും. ആ കഴിവൊക്കെ വാരിക്കോരി ദൈവം എനിക്കും തന്നിട്ടുണ്ട്. അവിടെ വെക്കാൻ പറ്റത്തില്ല, അതിന്റെ ഉള്ളില് ഇതായി പോവോ, ഡാർക്കായി പോവോ. എന്തോ ഇല്ലയാണോ? ഇല്ലാണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഫോൺ എവിടെയെങ്കിലും വെച്ചിട്ട് വീഡിയോ എടുക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പൊ നമ്മുടെ ഗസ്റ്റ് ആയിട്ട് നമ്മുടെ ചാനലിലേക്ക് നമ്മുടെ ചങ്ക് ഫ്രണ്ട്സിനെ വിളിക്കാം. അപ്പം എല്ലാരും ഉണ്ടല്ലോ, കുറച്ച് ഇപ്പുറത്തോട്ട്. ഓക്കെ ഗൈസ്, സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.